ITBP വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ്. BSF, അതുപോലെ CRPF, ITBP, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഫോഴ്സുകളിലേക്ക്, അതായത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള അപേക്ഷയാണ്. ഇതിന് മുൻപ് വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള സെക്കൻഡ് ഇൻ കമാൻഡ്, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡ്, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡ്, ഇത്രയധികം പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ. ഇത്രയും പോസ്റ്റ് അല്ലെങ്കിൽ ഇത്രയധികം സേനകളിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നത്. അപേക്ഷ തുടങ്ങി, വിളിക്കാൻ പോകുകയല്ല, അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 10/8/2026 അപേക്ഷ തുടങ്ങി. ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 8/9/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ITBPന്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ നൽകാം. പിന്നെ ഈ നോട്ടിഫിക്കേഷനും ഞാൻ താഴെ നൽകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് ഇൻ കമാൻഡിലേക്ക്, അതായത് സെക്കൻഡ് ഇൻ കമാൻഡിലേക്ക് 5 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെപ്യൂട്ടി കമാൻഡിലേക്ക് 162 ഒഴിവുണ്ട്. പിന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്ക് 115 പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ആകെ മൊത്തം 282 പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ളത് തന്നെയാണ് എല്ലാ പോസ്റ്റുകളെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ അങ്ങനെയുള്ള ഒരു പോസ്റ്റുകളാണ്. ക്വാളിഫിക്കേഷൻ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് സെക്കൻഡ് ഇൻ കമാൻഡന്റിലേക്ക് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മെഡിസിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. MBBS ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻറോൾഡ് എനി സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്ട്രേഷൻ മെയിൻറ്റെയിൻ അണ്ടർ ദി ആക്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡിന്റെ ക്വാളിഫിക്കേഷനും മെഡിക്കൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ യോഗ്യത ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഓൾസോ നമ്മുടെ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്ക് വരുമ്പോഴും ഇതേ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന ഒരു റാങ്ക് ആയതുകൊണ്ട് തന്നെ, തസ്തിക ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് പോസ്റ്റിലേക്ക് 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി കമാൻഡന്റിലേക്ക് 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അസിസ്റ്റന്റ് കമാൻഡന്റിലേക്ക് 30 വയസ്സ് കവിയാൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് നിലവിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ നൽകാം. പിന്നെ 157 സെന്റിമീറ്റർ മെയിൽസിനും 142 സെന്റിമീറ്റർ ഫീമെയിൽസിനും ഉയരം വേണം. കൃത്യമായിട്ടുള്ള വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 157.5 സെന്റിമീറ്റർ പറയുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് ആൺകുട്ടികൾക്ക് 77 സെന്റിമീറ്റർ വേണം. അൺഎക്സ്പാൻഡ് ആണത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെന്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഏറ്റവും അവസാനം പോയി കഴിഞ്ഞാൽ ഓരോ ഫോഴ്സിലും എങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെയുള്ള പോസ്റ്റാണ് കേട്ടോ. ഡെപ്യൂട്ടി കമാൻഡന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സാലറി, അലവൻസ്, ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ജോബാണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാം, ചാൻസ് കുറവാണ് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാകാൻ. ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.